നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പേടിക്കണ്ട. ചീരുവിനെയും മക്കളെ ഒന്ന് കാണാൻ ഞാൻ അച്ഛൻ്റെ സമ്മതം വാങ്ങിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. നിനക്ക് സുഖമല്ലേ ചിരു? ഇതുവരെ സുഖമായിരുന്നു, ഇപ്പം അല്ല. ഞാൻ തിരിച്ചു വന്നതുകൊണ്ടായിരിക്കും. എന്നെ ശല്യം ചെയ്യാൻ വരരുത്, എനിക്ക് അത്രയേ ഉള്ളൂ. നിങ്ങൾ തിരിച്ചു വന്നതോ നാട്ടിൽ ജീവിക്കുന്നതോ ഒന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. ശല്യമാകണമെന്ന് വിചാരിച്ചല്ല ചിരു. എനിക്ക് വീട്ടിലിരിക്കാൻ കഴിയുന്നില്ല. എപ്പോഴും നമ്മുടെ മക്കളെക്കുറിച്ചും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെക്കുറിച്ചുള്ള ചിന്തയാണ്. അത് വേറൊരു പണിയും ചെയ്യാതെ ചുമ്മാ ഇരിക്കുന്നത് കൊണ്ടാ. എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ നോക്ക്. ഞാൻ ശ്രമിക്കുന്നുണ്ട് ചിരു. ഉടനെ എന്തെങ്കിലും ഒരു ജോലി ശരിയാവും. എൻ്റെ അമ്മ പറഞ്ഞത് പ്രസവത്തിലൊന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും സ്വന്തമായി ജോലി ചെയ്ത കാശ് കൊണ്ട് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനൊരു കുഞ്ഞുടുപ്പ് വാങ്ങിക്കൊടുത്താൽ അതാവും അന്തസ്സെന്നാണ്. അതെ, അത് തന്നെ അന്തസ്. എന്റെ ഡെലിവറിക്ക് വേണ്ടി നിങ്ങൾ 1 രൂപ പോലും ചെലവാക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നമ്മുടെ മകന് വേണ്ടിയല്ലേ ചിരു? മകനോ? ഇപ്പോഴും നിങ്ങൾ ആൺകുട്ടിയെ പ്രതീക്ഷിച്ചിരിക്കുകയല്ലേ? അങ്ങനെ ആഗ്രഹിച്ചുകൂടെ ചിരു? അതൊരു തെറ്റാണോ? നിങ്ങൾക്ക് എന്തും ആഗ്രഹിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതൊന്നും എന്റെ മേലെ അടിച്ചേൽപ്പിക്കാൻ വരാതിരുന്നാ മതി. ഇല്ല, നമുക്ക് ജനിക്കാൻ പോകുന്നത് ആൺകുഞ്ഞോ പെൺകുഞ്ഞോ ആയിക്കോട്ടെ, അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. നമ്മുടെ 3 മക്കളും ഇനി മുതൽ നമുക്ക് ഒരുപോലെ ആയിരിക്കും ചിരു. മതി, എനിക്കിതൊന്നും കേൾക്കണ്ട. ഇനി മുതൽ അങ്ങനെയാവാ ഇങ്ങനെയാവാന്നൊക്കെ ഒരുപാട് കേട്ടതാ ഞാൻ, ഒരുപാട്. ഒരപേക്ഷ മാത്രമേ ഉള്ളൂ. എന്റെ പേരിൽ ഇതുപോലെ പട്ടിണി കിടന്നും മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങി എന്നെ ധർമ്മസങ്കടത്തിലാക്കരുത്. നിങ്ങൾ തരുന്ന പ്രഷർ താങ്ങാനാവാതെ തലയിൽ ഞരമ്പ് പൊട്ടി ഞാനില്ലാതായ എന്റെ മക്കൾക്ക് പിന്നെ ആരും ഇല്ലാതാവും. ആരും. മക്കളെ കണ്ടെങ്കിൽ ഒന്ന് പോ പ്ലീസ്. മക്കളെ വാ. മക്കളെ, അച്ഛൻ തിരിച്ചു വന്നിട്ട് നിങ്ങൾക്ക് ഇതുവരെ ഒരു മുട്ടായി പോലും വാങ്ങിച്ചു തരാൻ പറ്റിയിട്ടില്ല. ഇനി വരുമ്പോൾ കൊണ്ടുതരാം കേട്ടോ. അച്ഛൻ നാളെ തന്നെ ജോലിക്ക് പോയി കാശുണ്ടാക്കും, എന്നിട്ട് വാങ്ങിച്ചു തരാം. ഒരു ക്രൈം നടന്ന വീടാ, അതിലെ സാക്ഷിയാണ് നിങ്ങൾ. നിങ്ങൾ ആ വീട് വിട്ടു പോകുമ്പോ അത് പോലീസിനെ അറിയിക്കണ്ട. ആ വീട്ടിൽ എനിക്കും എന്റെ കുഞ്ഞിനും ജീവന് ഭീഷണിയുണ്ട് സാർ. ഞങ്ങൾ അവിടെ കിടന്ന് മരിച്ച ഞങ്ങൾക്ക് മാത്രമോ നഷ്ടം? നിങ്ങൾക്ക് ജീവന് ഭീഷണി ഉണ്ടെങ്കിൽ പോലീസ് നിങ്ങൾക്ക് സംരക്ഷണം തരും. പോലീസിന്റെ ഡ്യൂട്ടി വേറെ ആരെ കൊണ്ട് ചെയ്യിക്കേണ്ട കാര്യമില്ല. മനസ്സിലായല്ലോ? എന്റെയും എന്റെ കുഞ്ഞിന്റെ സുരക്ഷ എനിക്ക് വിശ്വാസമുള്ളവരല്ലേ എനിക്ക് ഏൽപ്പിക്കാൻ പറ്റൂ.
പോലീസിന് വിശ്വാസമില്ലെന്നാണോ? സാറേ, ഈ സുദർശന്റെ ആൾക്കാര് ആമയും കുഞ്ഞിനെയും അവിടെ ജീവിക്കാൻ വിടില്ല. ആ കുഞ്ഞിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ സാറിന് അറിയാലോ. കുറച്ച് ദിവസം കൂടി നല്ല ട്രീറ്റ്മെന്റ് കിട്ടിയ ആ കുഞ്ഞിന്റെ അസുഖം ഭേദമാവും. അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ അവൾക്ക് നടത്തിയ സർജറി പോലും വെറുതെ ആവും. അപ്പോ ആമിയുടെയും കുഞ്ഞിന്റെയും പൂർണ്ണമായ സംരക്ഷണം രഘു ഏറ്റെടുക്കാൻ തയ്യാറാണല്ലേ? അത് അങ്ങനെയല്ല സർ. ആമയ്ക്കും കുഞ്ഞിനും സ്വസ്ഥമായിട്ട് ജീവിക്കാനും പിന്നെ മിയമ്മോളുടെ ട്രീറ്റ്മെന്റിനുള്ള സൗകര്യവും ഞാൻ ചെയ്തു കൊടുക്കാം സർ. എന്റെ മോളെ രക്ഷിക്കാൻ വേറെ വഴിയില്ലാത്തത് കൊണ്ടാ സർ. കുഞ്ഞിന്റെ ആരോഗ്യം നേരെയായ എനിക്ക് എന്തെങ്കിലും ജോലിയെടുത്ത് അവളെ പഠിപ്പിക്കാനും വളർത്താനും ഒക്കെ പറ്റും. പക്ഷെ ആ വീട്ടിൽ നിന്നുകൊണ്ട് അത് പറ്റില്ല. ഞങ്ങൾ അവിടെ തുടർന്നേ പറ്റൂ എന്നാണ് പോലീസ് പറയുന്നതെങ്കിൽ ശത്രുക്കൾക്ക് കീഴടങ്ങാതെ ഞാൻ എന്റെ മകളെയും കൊണ്ട് ആ വീടിനുള്ളിൽ ആത്മഹത്യ ചെയ്യും. അതിന് ഉത്തരവാദികൾ ആരാണെന്ന് സമൂഹത്തെ അറിയിക്കുകയും ചെയ്യും. എന്നിട്ടേ ഞാൻ മരിക്കൂ. മനുഷ്യന്റെ ജീവന സ്വത്തിന് സംരക്ഷണം കൊടുക്കലാണ് പോലീസിന്റെ ജോലി, അല്ലാതെ അവരെ ആത്മഹത്യയിലേക്ക് നയിക്കലല്ല. ആമി ആ വീട്ടിൽ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടിരുന്നോ? അവിടുത്തെ സിറ്റുവേഷൻ പോലീസിന് അറിയാവുന്നതാണല്ലോ സർ. ആദ്യം നന്നായിട്ട് അറിയാവുന്നവർക്ക് പോലും അവന്റെ ഭാര്യയും കുഞ്ഞിനെയും സഹായിക്കാൻ പേടിയാ. കുഞ്ഞിനും മരുന്നായിട്ട് പോയ എന്നെ പോലും ഗുണ്ടകൾ വളഞ്ഞു. ആ വീട്ടിൽ നിന്ന് മാറിയതുകൊണ്ട് ആമിയെ ശത്രുക്കൾ പിന്തുടരില്ല എന്ന് ഉറപ്പുണ്ടോ? ഒരു ഉറപ്പുമില്ല സർ. പക്ഷേ എന്റെ കുഞ്ഞിനെ രഘുവേട്ടൻ സംരക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സർ, പോലീസിന്റെ സംരക്ഷണം കൂടി ഇവർക്ക് ഉണ്ടാവണം. ആമയും കുഞ്ഞും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ അവർക്ക് ഈ ലോകത്ത് സമാധാനമായിട്ട് ജീവിക്കാനുള്ള അവകാശമില്ല. പോലീസിന് അറിയിക്കാതെ ആമി വീട് മാറിയത് എന്തിനാണെന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം പോലീസിനുണ്ട്. അതും ആമിയുടെയും കുഞ്ഞിന്റെയും സുരക്ഷയുടെ ഭാഗം തന്നെയാണ്. പിന്നെ കേസിന്റെ അന്വേഷണം നടക്കുന്നേ ഉള്ളൂ. ദൃക്സാക്ഷിയായ ആമിയിൽ നിന്ന് പോലീസിന് ഇനിയും കുറെ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. കേസുമായിട്ട് ആമി പൂർണ്ണമായും സഹകരിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ ആമിക്ക് എവിടെ താമസിക്കാം. കേസുമായി ഞാൻ പൂർണ്ണമായി സഹകരിക്കും സർ. എന്റെ ഹസ്ബൻഡിന് ശിക്ഷയിൽ ഇളവ് കിട്ടാൻ ഞാൻ ഈ കേസിന്റെ പിറകെ നിന്നേ പറ്റുമെന്ന് എനിക്കറിയാം. സ്റ്റേഷനിൽ നിന്ന് എപ്പോ വിളിച്ചാലും ഞാൻ വന്നിരിക്കും. ആ ശരി, അങ്ങനെയാണെങ്കിൽ തൽക്കാലം നിങ്ങൾ രണ്ടുപേരും ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുത്തിട്ട് പോണം. രഘുവിന്റെ അഡ്രസ്സും നമ്പറും കൊടുക്കണം. ആ സർ, ശരി സർ. ഇനി ശത്രുക്കൾ ഉപദ്രവം ഉണ്ടാക്കിയ അത് ഇവിടെ രേഖാമൂലം പരാതി നൽകണം. ബാക്കി പോലീസ് നോക്കിക്കോളാം. ശരി സർ. ശരി, എന്നാ ചെല്ല്. താങ്ക് യു സർ. ഇവരുടെ കയ്യിൽ നിന്ന് ആ സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങിക്കും. സർ ഓക്കെ സർ. ശരി.